രാവിലെ ഉണർന്ന് ക്ഷേത്രത്തിൽ പോയാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാ. അറിയാം ആന്റി. പക്ഷേ എനിക്ക് മീരയെ പോലെയുള്ള അച്ചടക്കമൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാനല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ പറ്റണ്ടേ? ഏതായാലും ചെയ്യണമെന്ന ചിന്ത തന്നെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കാം. അയ്യോ, അതൊന്നും വേണ്ട മീരെ. ഞാൻ എഴുന്നേറ്റാ നിന്റെ കൂടെ വന്നോളാം. എങ്കിൽ എന്റെ മോള് ക്ഷേത്രത്തിൽ പോയത് തന്നെ. ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. എന്താ മോളെ? അത് പിന്നെ അമ്മേ, ഇന്നു മുതൽ ഞാൻ കിച്ചണിൽ കയറിക്കോട്ടെ? കിച്ചണിലോ? എന്തിന്? അതിന്റെ ആവശ്യം എന്താ? മോക്ക് ഓഫീസിൽ പോകണ്ടേ? എന്തിനാ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു തിരക്കെടുത്ത് തലയിൽ വെക്കുന്നത്? ജോലിക്കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആവശ്യത്തിന് ജോലിക്കാരുണ്ടല്ലോ. എന്താ മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ എന്താ ഇങ്ങനൊരു ആഗ്രഹം? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ മീരയുടെ ശ്രദ്ധ ഓഫീസിൽ വേണ്ട സമയമല്ലേ? അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത ജോലിഭാരം എന്തിനാ? മീരയ്ക്ക് എന്ത് വേണമെങ്കിലും കിച്ചണിൽ പറഞ്ഞാൽ മതി, അവര് റെഡിയാക്കി തരും. അല്ല, എന്നോടിനി ഓഫീസിലേക്ക് ചെല്ലണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞത്. ഓഫീസിൽ കൂടി പോവാതെ വെറുതെ ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നേരം പോക്കാവുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ കിച്ചണിന്റെ കാര്യം ചോദിച്ചത്. അതെന്താ ആദർശ് അങ്ങനെ പറഞ്ഞത്? ഓഫീസിൽ അവന് പ്രശ്നങ്ങൾ വന്നപ്പോ അവനെ സഹായിച്ചതും അത് പരിഹരിച്ചതും മീരയല്ലേ? എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ഓഫീസിൽ ചെല്ലണ്ടെന്നോ? നന്ദിയേടല്ലേ അത്? നീ എടുത്തു ചാടാതെ അഭി. ആദർശ് അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അവി പറഞ്ഞതിൽ എന്താ ചേച്ചി തെറ്റ്? അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ അത് മീരയോട് പറയണ്ടേ? കാര്യം എന്താണെന്ന് അവൻ പറഞ്ഞോ മോളെ? ഇല്ല, ആദർശേട്ടന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എത്ര ചോദിച്ചിട്ടും തുറന്നു പറഞ്ഞില്ല. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നന്ദികേടാന്ന്. അല്ലെങ്കിൽ ആദർശിന്റെ സ്വഭാവത്തിൽ ഈ ഇടയായിട്ട് നല്ല മാറ്റമുണ്ട്. മീരയെ മറച്ചു വെച്ച് അവൻ എന്താ ഓഫീസിൽ ചെയ്യാനുള്ളത്? അതൊന്നും അറിയണമല്ലോ. അതെ, അതെനിക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആദർശേട്ടന് താല്പര്യമില്ലെങ്കിൽ ഓഫീസിൽ പോകണമെന്ന് എനിക്ക് നിർബന്ധമില്ലമ്മേ. അങ്ങനെ പറഞ്ഞ പറ്റില്ല. സത്യത്തിൽ ഇപ്പോ കമ്പനിക്ക് ആദർശിനേക്കാൾ ആവശ്യം മീരയാ. അങ്ങനെയുള്ളപ്പോ ഇത്രയും വിദ്യാഭ്യാസവും കഴിവുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലും അടുക്കളയിലും തളച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് വഷളാക്കുന്നതിന് പകരം പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ആദർശിന്റെ സ്വഭാവം വെച്ച് മീരയ്ക്ക് ദോഷം വരുന്ന എന്തെങ്കിലും അവൻ പറയുവെന്നോ ചെയ്യുവെന്നോ എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും അറിയാം. എന്ന് കരുതി ന്യായമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല ചേച്ചി. മീരയ്ക്ക് ഓഫീസിൽ പോകാനും ജോലി ചെയ്യാനും താല്പര്യമുള്ളിടത്തോളം അതിനെ എതിർക്കാൻ ആദർശിന് യാതൊരു അവകാശവുമില്ല. അയ്യോ അമ്മ, ഞാൻ ആദർശന്റെ പരാതിയായിട്ട് പറഞ്ഞതല്ല. ആദർശേട്ടൻ പറയുന്നത് എന്തായാലും അതനുസരിക്കുന്നത് തന്നെ എന്റെ സന്തോഷം. ആന്റി പറഞ്ഞതുപോലെ എനിക്ക് ദോഷം വരുന്നതൊന്നും ആദർശേട്ടൻ പറയില്ലെന്ന എന്റെ വിശ്വാസം. അതെ മോളെ, നമുക്ക് ക്ഷമിക്കാം. ആദർശിന്റെ തീരുമാനം അവൻ പറയുമല്ലോ, അപ്പൊ കാരണം അറിയാലോ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പോലെ അല്ല ഇത്. ചോദിക്കണമേ, ആദർശ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് നമുക്ക് കൂടി അറിയണ്ടേ? അല്ലാതെ മീരെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നു എന്ന് കരുതി അവളുടെ സ്വാതന്ത്ര്യ അവകാശം ഒന്നും തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഞാനും മീരെ പോലെ ഒരു പെണ്ണാ, അതുകൊണ്ട് കൂടി പറയുവോ? എനിക്ക് മീര എന്റെ നാത്തൂനല്ല, അനുജത്തിയാ. ഏതായാലും ആദർശ് വരട്ടെ, നമുക്ക് സംസാരിക്കാം. എന്താ അവന്റെ മനസ്സിലെന്നറിയാലോ. അമ്മേ, ആദർശനോട് ചോദിക്കൊന്നും വേണ്ട. എനിക്ക് പരാതി ഒന്നുമില്ല. പക്ഷേ എനിക്ക് പരാതിയുണ്ട് അമ്മയ്ക്ക്. എന്തായാലും ഇത് ചോദിക്കണം. സൂരജിന്റെ മുത്തച്ഛനെ ഇന്ന് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം വലിയ വിഷമത്തിലാ. സൂരജ് അച്ഛനുമായി നല്ല സ്നേഹത്തിലും സൗഹൃദത്തിലും ആയിരുന്നല്ലോ. ഞാൻ എത്രയൊക്കെ അകറ്റി നിർത്തിയിട്ടും സൂരജ് അദ്ദേഹത്തെ തേടി പോവുകയും ആ ബന്ധം തുടരുകയും ചെയ്തു. അതാണ് ബീനെ രക്തബന്ധം. സൂരജിന്റെയും രാഘവേട്ടന്റെയും സിരകളിൽ ഒഴുകുന്നത് ഒരേ ചോരയാ. അത് ആരെതിർത്തും മാറ്റി നിർത്തിയാലും ഒന്നിക്ക് തന്നെ ചെയ്യും. അതൊരു സത്യമാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ടാ പിന്നീട് ഞാൻ അവരെ അകറ്റാൻ ശ്രമിക്കാതിരുന്നത്. അദ്ദേഹത്തിന് സങ്കടം കണ്ടപ്പോ ശരിക്കും നെഞ്ചു തകർന്നു പോയി.
ബീനയ്ക്കൊന്ന് പറഞ്ഞു കരയാൻ ഞാനെങ്കിലും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനോ? വേദന മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിക്കുവോ ആ പാവം. അച്ഛൻ എന്താ പറഞ്ഞത്? എന്തു പറയാൻ? സൂരജിനെ കണ്ടെത്താൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബീനയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ തിരക്കി. സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ടായിരുന്നു. പിന്നെ ബീനയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് കരുതി. ഹരിയേട്ടൻ എന്തു വേണമെങ്കിലും തീരുമാനിച്ചോ. ഒന്നിനും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇത്രയും നാൾ ഞാൻ ചെയ്തതെല്ലാം തെറ്റുകളായിരുന്നു. ഇനി അതിനെല്ലാം പരിഹാരം ചെയ്യണം. അതിനാരുടെ കാലിൽ വീഴാനോ മാപ്പ് അപേക്ഷിക്കാനോ ഞാൻ തയ്യാറാ. ബീന കരുതുന്ന പോലെ രാഘവേട്ടന് ബീനയോട് യാതൊരു ദേഷ്യവുമില്ല. ഒരു മകളോടുള്ള കരുതലോടുകൂടിയാ എന്നോട് സംസാരിച്ചത്. സൂരജിന് എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ അവൻ മുത്തച്ഛനെ വിളിക്കാതിരിക്കില്ല. മുത്തച്ഛന് താൻ മാത്രമേ ഉള്ളൂ എന്നും ഒരു മകന്റെയും കൊച്ചുമകന്റെയും കടമകൾ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്നും സൂരജ് പറയുമായിരുന്നു. ഏയ്, വിഷമിക്കാതെ. നമ്മൾ വൈകാതെ സൂരജിനെ കണ്ടെത്തും ബീന. ഇപ്പോ രാഘവേട്ടൻ സൂരജിനെ അന്വേഷിച്ച് കർണാടകയിലേക്ക് പോകാനിരിക്കുക. അവിടെ പോയി നിന്ന് അന്വേഷിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നേ. അത് ശരിയാ ഹരിയേട്ടാ. എങ്കിൽ പിന്നെ ഞാനും അച്ഛനൊപ്പം പോവാം. നേരിട്ട് കാര്യങ്ങൾ അറിയുമ്പോ എനിക്കതൊരു സമാധാനാ. അത് വേണ്ട ബീന, അതത്ര എളുപ്പമല്ല. അവിടെ ബീന കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും പോകാൻ സാധിക്കാതെ വരും. ഞാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഹരിയേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം. ഇവിടെ ഇരുന്ന എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ പറയുന്ന ബീനയൊന്നും മനസ്സിലാക്ക്. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് സൂരജിനെ കണ്ടെത്താനും തിരിച്ചു കൊണ്ടുവരാനും തന്നെയല്ലേ. തനിക്കെന്താ എന്നെ വിശ്വാസമില്ലേ? സൂരജിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഉഴപ്പ് കാണിക്കുമെന്ന് ബീന കരുതുന്നുണ്ടോ? അതുകൊണ്ടൊന്നും അല്ല ഹരിയേട്ടാ. ഹരിയേട്ടൻ എന്റെ മോനോടുള്ള സ്നേഹം എനിക്കറിയാം. അവനോട് ഒരു വേർതിരിവും ഹരിയേട്ടൻ കാണിച്ചിട്ടില്ല. ഞാനാ എല്ലാ തെറ്റും ചെയ്തത്. പക്ഷെ അനുഭവിക്കുന്നത് എന്റെ മോനായി പോയല്ലോ. ഭഗവാനെ, നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഞാൻ അവനിൽ കൊത്തി നിറച്ചത് സ്വാർത്ഥതയാണ്. എന്നിട്ടും അവൻ നേരായ വഴി തിരിച്ചറിഞ്ഞു. ആ രീതിയിൽ സഞ്ചരിച്ചു. സന്ദീപേട്ടന്റെ അച്ഛന്റെ കാര്യത്തിലും തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാ. ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ആളായിരുന്നു ഞാൻ. എന്നിട്ട് അത് ചെയ്യാതെ ആ പാവത്തിന്റെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുക്കാനാ ഞാൻ നോക്കിയത്. എല്ലാം സമ്പാദിച്ചത് എന്റെ മോന് വേണ്ടിയാ. ഇപ്പോ അവൻ എനിക്കൊപ്പം ഇല്ല. എല്ലാം എന്റെ തെറ്റാ, എന്റെ മാത്രം തെറ്റ്. ബീനെ, താനൊന്ന് സമാധാനിക്ക്. ഇങ്ങനെ വിഷമിച്ച തനിക്ക് എന്തെങ്കിലും അസുഖം വരും. അത് മനസ്സിലാക്ക്. സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്. നമ്മളെ എല്ലാവരെയും ഈശ്വരൻ കണ്ടില്ലെന്ന് വെക്കില്ല. ഇപ്പോ രാഘവേട്ടൻ തനിച്ച് പോട്ടെ. എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായാൽ തന്നെ അദ്ദേഹം നമ്മളെ അറിയിക്കില്ലേ? അപ്പോ ഞാൻ തന്നെ അവിടേക്ക് കൊണ്ടുപോകാം. അതാ നല്ലത്. മീരയോട് ഓഫീസിൽ വരണ്ടെന്നും കമ്പനിക്കാരും നോക്കണ്ടെന്നും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ കാരണം ഉണ്ടാവും. അതെന്താണെന്ന് ഞങ്ങളോട് പറയുന്നതിൽ എന്താ പ്രശ്നം? അമ്മേ, അതൊക്കെ കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാ. അതെനിക്ക് വീട്ടിൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. എങ്കിൽ പിന്നെ അമ്മ രാവിലെ ഓഫീസിൽ വന്ന് ഇതിന്റെ കാരണം എന്താന്ന് ചോദിക്കേ. അല്ലാതെ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ? ആദർശേ, കമ്പനി എന്താണെന്നും പ്രോജക്റ്റ് എന്താണെന്നും അറിയാൻ വയ്യാത്തോളൊന്നും അല്ല ഞാൻ. നിന്റെ പ്രായത്തിനൊപ്പം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും നീ പറയണ്ട. മീരേ, എന്തായത്? നമ്മൾ തമ്മിൽ സംസാരിച്ച ഒരു കാര്യത്തിന്റെ പേരിൽ മറ്റുള്ളവർ എന്നെ ചോദ്യം ചെയ്യുന്ന എന്തിനാ? ഞാൻ തന്നോട് പറഞ്ഞ ഒരു കാര്യത്തിൽ തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് അപ്പ പറയണം. ആ സമയത്ത് അതിന് പറ്റിയില്ലെങ്കിലും കിട്ടുന്ന സമയത്ത് എന്നോട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണം. അത് ചെയ്യാതെ ഇപ്പൊ നടക്കുന്ന ഈ ഡ്രാമ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് രസിക്കരുത്. മീര ഞങ്ങളോട് വന്ന് പരാതിയൊന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഇത് നിന്നോട് ചോദിച്ചത്. ഞാനും മീരയും തമ്മിൽ സംസാരിച്ച കാര്യം ഞങ്ങളിൽ ഒരാൾ പറയാതെ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? മീര ഓഫീസിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾ അങ്ങോട്ട് കാര്യം ചോദിച്ചറിഞ്ഞതാ.
ഞങ്ങൾ ചോദിച്ചപ്പോഴും മീര നിന്നെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞിട്ടില്ല. ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമെന്നേ മീര പറഞ്ഞുള്ളൂ. നിന്റെ കമ്പനിയുടെ ആഭ്യന്തര കാര്യങ്ങൾ അറിയാനുള്ള വ്യഗ്രത കൊണ്ടൊന്നും അല്ല ഇതിന്റെ കാരണം ഞങ്ങൾ ചോദിക്കുന്നത്. മീര കമ്പനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നഷ്ടത്തിൽ മുങ്ങിപ്പോണ്ട പ്രോജക്റ്റുകളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് നീ മീരയോട് ഓഫീസിൽ വരണ്ടെന്ന് പറയണമെങ്കിൽ അത്ര വലിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? അതെന്താണെന്ന് ഞങ്ങളും അറിയണ്ടേ? അങ്ങനെ എല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, ഇതൊന്നും വെറുതെ സംസാരിക്കണ്ടെന്ന്. ഓഫീസിൽ പോണമെന്ന് എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. വെറുതെ സംസാരിച്ചൊന്നും വഷളാക്കണ്ട. പറയാനുള്ളതല്ല എല്ലാവരും പറഞ്ഞല്ലോ. നീ കൂടുതൽ എന്ത് വഷളാവൻ? ആദർശേ, നിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു എന്നെ മെന്റലാക്കാതിരുന്നാൽ മതി. നീ കുറച്ചു മുമ്പ് പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരോ പുറത്തുള്ളവരോ നിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന്. ഞാൻ നിന്റെ അമ്മയും അഭി നിന്റെ ചേച്ചിയുവാ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആരാടാ ഇടപെടുന്നത്? ഇവിടെ ഞങ്ങൾക്കൊരു പ്രൈവസി ഇല്ലേ? വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടല്ലേ? അതൊക്കെ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഒരു കുടുംബത്തിൽ ആരെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിൽ ഇടപെടുന്നത് ആ പ്രശ്നം തീർക്കാനാ. അപ്പോഴാണതൊരു കുടുംബമാകുന്നത്. ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ പോലെ പരസ്പരം ഒന്നിലും ഇടപെടാതെയും അപരിചിതരായും കഴിയുന്നവരല്ല ഒരു കുടുംബത്തിൽ താമസിക്കുന്നവർ. ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവര് തമ്മിൽ പോലും അത്യാവശ്യം അടുപ്പമൊക്കെ ഉണ്ട്. അവർക്ക് അസോസിയേഷനും പലതരം കൂട്ടായ്മകളും വരെയുണ്ട്. ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്ന രക്തബന്ധങ്ങൾ തമ്മിൽ കിലോമീറ്ററുകളുടെ അകലവാ മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നും ആർക്ക് വേണ്ടിയാണെന്നും മാത്രം അറിയില്ല. കഴിഞ്ഞോ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകൾ? ഇല്ല, കുറ്റപ്പെടുത്താനല്ല, കാര്യം അറിയാനാ നിന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. തൽക്കാലം ഇതിനൊരു മറുപടി ആർക്കും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ആരും ഇക്കാര്യം ചോദിക്കാൻ വേണ്ട. നീ പറഞ്ഞില്ലെങ്കിലും ഇതിന്റെയൊക്കെ ഉത്തരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ആ ഉത്തരം ആയിരിക്കരുതേ ഇതിന്റെ കാരണമെന്ന് ഞാനും അമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിന്റെ ഈ പ്രകടനവും വിറയിലും കണ്ടപ്പോ ഞങ്ങൾക്ക് ഉറപ്പായി നിന്റെ ഈഗോയും കോംപ്ലക്സും ആണെന്ന്. മീര നിന്നേക്കാൾ ഉയർന്നതിന്റെ അസൂയ, എല്ലാവരും ഇവളെ പുകഴ്ത്തുന്നതിന്റെ കുശുമ്പ്. ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഞങ്ങൾ പെണ്ണുങ്ങൾക്കാണെന്ന് പറഞ്ഞ ആണുങ്ങൾ കളിയാക്കിയിരുന്നത്. ഒന്നും ആരുടെയും കുത്തകയല്ലെന്ന് നീയും തെളിയിച്ചു ആദർശേ. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഞാനിത് കേട്ട് തന്നാൽ ശരിയാവില്ല. ഞാനാ പറഞ്ഞത് അവനങ്ങ് കൊണ്ടു. പക്ഷേ സത്യം അത് തന്നെയാ. ആദർശേട്ടാ, വേണ്ട മീര, താൻ ഇനി കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. എല്ലാം എന്റെ തെറ്റാ. എനിക്ക് ഇവിടെ വന്ന് കമ്പനി നോക്കാനോ വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കാനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിക്കുന്നവരെ വളരെ ഇൻഡിപെൻഡന്റ് ആയി ജീവിച്ച മനുഷ്യനാ ഞാൻ. വിവാഹം ഇത്ര വലിയ കുരുക്കാവോന്ന് സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടും ഞാൻ അതിനെ തമാശയായിട്ട് മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. അതെല്ലാം അവര് മാനേജ് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവരുടെ വാക്കുകൾ സത്യമാണെന്ന് എനിക്കിപ്പോ ബോധ്യമായി. ഇത്രയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത ആദർശേട്ടാ? താൻ എന്റെ ഭാര്യയാണ്. നമ്മൾ തമ്മിൽ ഈ റൂമിൽ വെച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പോലും യാതൊരു പ്രൈവസി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ താനത് എന്നോട് പറയണമായിരുന്നു. അല്ലാതെ അമ്മയോടും അഭിയോടും പറഞ്ഞ് എന്റെ തീരുമാനങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയല്ലായിരുന്നു വേണ്ടത്. ഞാൻ ഓഫീസിൽ പോകാത്തത് ആദർശേട്ടൻ പറഞ്ഞിട്ടല്ലേ? അതെ. അക്കാര്യം മറ്റാരോടും പറയരുതെന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അതേക്കുറിച്ച് അമ്മയെ അഭിചേച്ചിയെ സംസാരിച്ചത് എങ്ങനെയാ ആദർശേട്ടാ എന്റെ തെറ്റാവുന്നത്? താനിപ്പോ എന്നോട് എതിർത്ത് സംസാരിച്ചു തുടങ്ങിയോ? ആദർശേട്ടൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞതല്ലേ ഞാൻ. എന്റെ എല്ലാ വാക്കുകളിലും ആദർശേട്ടൻ തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യും? മീരേ, തന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാവണം. ഇവിടെ എല്ലാ കാര്യങ്ങളും തന്റെ മിടുക്കുകൊണ്ടാണ് നടക്കുന്നതെന്ന് തനിക്ക് എല്ലാവരും അറിയിക്കണം. ആദർശേട്ടൻ ഒരു ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ആദർശേട്ടൻ പറയുന്നത്. സ്നേഹമുള്ള ഒരു ഭർത്താവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ ജീവിക്കാനാ കൂടുതൽ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. സ്വന്തമായി ജോലിയും സ്വാതന്ത്ര്യവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്ന് കരുതി ഭർത്താവിനെ ഭരിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിസ്സാരനാക്കി ജീവിക്കണമെന്ന് ഒരു ഭാര്യയും കരുതില്ല. ഇതൊക്കെ ന്യായീകരണങ്ങൾ മാത്രമാണ്. യാഥാർത്ഥ്യം മറ്റൊന്നാ. മനസ്സിൽ ഒരു ചിന്തയും പറയുന്നത് മറ്റൊന്നും പ്രവൃത്തി വേറൊന്നുമായിരിക്കും സ്ത്രീകൾ ചെയ്യാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാ. ഞാൻ അതൊക്കെ മറന്ന് ഒരു വിവാഹബന്ധത്തിന് തയ്യാറായത് തെറ്റായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും സമാധാനത്തോടെ ജീവിച്ചേനെ. ഇതിപ്പോ എല്ലാം മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട അവസ്ഥയാ. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പോലും എനിക്ക് ആവുന്നില്ല. ആദർശൻ എന്ത് തീരുമാനമാ ഞാൻ എതിർത്തത്? താൻ നേരിട്ട് എതിർക്കാതെ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചു. എന്നിട്ട് തനിക്ക് പറയാനുള്ളതെല്ലാം അമ്മയെ അഭിനയം കൊണ്ട് പറയിപ്പിച്ചു. അത് ആദർശന്റെ തെറ്റിദ്ധാരണയാ. അവര് പറഞ്ഞതൊന്നും എന്റെ വാക്കുകളല്ല. അല്ലെങ്കിൽ തന്നെ കമ്പനിയിൽ ആദർശേട്ടൻ പറയുന്നതിനപ്പുറം ഒരു കാര്യം ചെയ്യാനും എനിക്ക് അർഹതയില്ലെന്ന് നല്ല ബോധ്യമുള്ള ആളാ ഞാൻ. ആദർശനെ സഹായിക്കാനല്ലാതെ മറ്റൊരു ഉദ്ദേശം എന്റെ മനസ്സിലില്ല. എന്നിട്ടും ഞാൻ ഈ പഴികൾ കേൾക്കേണ്ടി വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. തനിക്കെല്ലാം നന്നായിട്ട് അറിയാം മീര. പിന്നെ തനിക്കൊരു കഴിവുണ്ട്. തന്റെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും കൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്ന തന്ത്രപരമായ ഒരു ബുദ്ധി. അത് എന്റെ അടുത്ത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനൊന്നും പറയില്ലേ ആദർശേട്ടാ, ഇതൊക്കെ വലിയ കഷ്ടമാണ്. ഇത്ര നാളും ഈ വീട്ടിൽ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പഴി കേട്ടിരുന്നത് അഭിചേച്ചിയിലൂടെയാ. അതെനിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ആദർശേട്ടൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയ എനിക്കത് സഹിക്കാൻ പറ്റില്ല. സത്യം കേൾക്കുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ അത് തന്റെ ചിന്തകളുടെ പ്രശ്നമാണ്. ഈ മുറിയിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്റെ അമ്മയോടും അഭിയോടും പറഞ്ഞിട്ട് അവരെന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയത് താനാ. ഇതിവിടെ നടക്കില്ല. വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കി തന്റെ ഉദ്ദേശം നടത്തിയെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വല്ല പ്ലാനും മനസ്സിലുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം. എനിക്കിവിടെ സമാധാനം വേണം. കഴിഞ്ഞ ദിവസം ഞാനും അഭിയും ചോദിച്ചതിനൊന്നും ഉത്തരം നീ തന്നില്ല. മീരയോട് ചോദിച്ചിട്ട് മീരയെ ഒന്നും പറഞ്ഞില്ല. മീര ഒന്നും പറയാത്തത് നീ പറഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവും. നീ പറയുന്നതിനപ്പുറം മീരയൊന്നും ചെയ്യില്ലല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണമെന്ന് പറയുന്നത് ഒരു തെറ്റാണോ? കമ്പനിയുടെ ഒരു തീരുമാനം എടുക്കാൻ പോലും എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്ന നീയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാ എന്റെ സങ്കടം. അമ്മേ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? എടാ, ഞാൻ വാശി പിടിക്കുന്നതാണോ? എനിക്ക് കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ലേ. എന്റെ പ്രശ്നങ്ങൾക്ക് അമ്മ എങ്ങനെ പരിഹാരം കാണാനാ? അത് കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എനിക്കറിയാനൊക്കൂ. എല്ലാ കാര്യത്തിലും നിനക്ക് ഒറ്റയ്ക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള ചിന്ത നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നിനക്ക് തന്നെ ബോധ്യമായതല്ലേ. നീ ജയിലിലായപ്പോൾ നിന്നെ രക്ഷിക്കാൻ എത്രയോ പേര് ഓടി നടന്നു. എന്നിട്ട് എന്തെങ്കിലും സാധിച്ചോ? ബീച്ച് സൈഡിലുള്ള ഫ്ലാറ്റ് പ്രശ്നത്തിൽപ്പെട്ടിട്ട് നമ്മളെല്ലാവരും മന്ത്രിയെ കാണാൻ ശ്രമിച്ചിട്ട് പോലും നടന്നില്ലായിരുന്നല്ലോ. അവസാനം മീര പറഞ്ഞിട്ട് സൂരജിന്റെ മുത്തശ്ശൻ വഴിയല്ലേ കാര്യങ്ങൾ നടന്നത്. നിന്റെ കമ്പനിയുടെ പ്രോജക്റ്റുകളെല്ലാം നഷ്ടത്തിലായിട്ട് നിനക്കെന്ത് ചെയ്യാൻ പറ്റി? അത് മീര തന്നെയല്ലേ ലാഭത്തിലാക്കിയത്. എന്നിട്ടിപ്പോ നീ എന്തിനാണ് മീരയെ കമ്പനിയിൽ നിന്നും പ്രോജക്റ്റിൽ നിന്നും മാറ്റി നിർത്തുന്നത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആദർശേ. നിന്റെ മാറ്റങ്ങൾ കണ്ട് പേടി തോന്നിയിട്ടാ ഞാനിതൊക്കെ ചോദിക്കുന്നത്. എന്താ നിന്റെ പ്രശ്നമെന്ന്? അമ്മേ, നിസാര പ്രശ്നങ്ങൾ പറഞ്ഞു വലുതാക്കി അതൊരു ഇഷ്യൂ ആക്കി മാറ്റരുത്.
ഇതൊരു നിസ്സാര പ്രശ്നമായി നിനക്ക് തോന്നുന്നത് മീര നിന്റെ ഭാര്യ ആയതുകൊണ്ടും മീര നിന്നെ ചോദ്യം ചെയ്യാത്തത് കൊണ്ടുമാണ്. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിന്റെ ഉത്തരം നീ മീരയോട് പറയാൻ ബാധ്യസ്ഥനാണ്. മീര നിന്റെ ഭാര്യയാണെന്ന് കരുതി മീരയുടെ അവകാശങ്ങൾ നീ മറന്നു പോകരുത്. മീര അറിയേണ്ടതെല്ലാം ഞാൻ മീരയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതെന്താണെന്ന് മീര പറയട്ടെ. പറമോളെ, എന്താ ആദർശിന്റെ പ്രശ്നം? ഇവന്റെ മുന്നിൽ വെച്ച് ഞാനല്ലേ നിന്നോട് ചോദിക്കുന്നത്. നീ ധൈര്യമായിട്ട് എന്നോട് പറ, എന്താ ഇവന്റെ പ്രശ്നം? കാര്യം പറ മോളെ. എനിക്കറിയില്ലമ്മേ. നിനക്കറിയില്ലെന്നോ? ഇത് നീ സത്യസന്ധമായിട്ട് പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആദർശ് ഇങ്ങനെ പെരുമാറുന്നതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായല്ലേ പറ്റൂ. ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. മീര പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ നീക്കിയപ്പോ ലാഭത്തിലായ പ്രോജക്റ്റ് നീ വീണ്ടും മാറ്റങ്ങൾ വരുത്തി വേണ്ടാന്ന് പറഞ്ഞ് നഷ്ടത്തിലേക്ക് തന്നെ തിരിച്ചു വിട്ടു. അതിന്റെയൊക്കെ ആവശ്യം എന്താ?